വാത്സല്യം സിനിമയിലെ മമ്മൂട്ടിയാണ് ഞാൻ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ എല്ലാ വീട്ടിലും കാണുമല്ലോ ത്യാഗം സഹിക്കുന്ന ഒരു വ്യക്തി. അതാണ് ഞാൻ. ഭക്തയ്ക്ക് അറിയാമോ എന്ന് എനിക്കറിയില്ല. എനിക്ക് 1 വയസ്സുള്ളപ്പോഴാണ് എൻ്റെ അനിയൻ രാജേഷ് ജനിക്കുന്നത്. അന്ന് തൊട്ട് എനിക്ക് എല്ലാം നഷ്ടപ്പെട്ടിട്ടേ ഉള്ളൂ. എനിക്ക് മുലപ്പാൽ പോലും കുടിക്കാൻ കിട്ടിയിട്ടില്ല. അത് എന്നോടിപ്പോ പറഞ്ഞിട്ട് എന്താ കാര്യം? അല്ല, ഒന്നുമില്ല. തയ്ച്ചു ഷർട്ടാ, ഇതിന്റെ കക്ഷം കയറിപ്പോയി. എന്നാ ഭാഗ്യം അടിച്ചില്ല. ഷർട്ടിന്റെ എണ്ണം കൂടി. നെഞ്ചിനുള്ളിൽ മുള്ളു കൊണ്ട പോൽ കള്ളനോട്ടമാലെ കണ്ണെറിഞ്ഞവൾ. ഏറെ നാളായി ഞാൻ കൊതിച്ച പോൽ പെണ്ണൊരുത്തി മുന്നിൽ പുഞ്ചിരിച്ചു പോയി. നാട് നീളെ തേടി പെണ്ണിനായി നാട്ടുകാരൻ കെട്ടിനായി പ്രേമമഞ്ഞാലെ നീ എന്റെ മീനൂടവേ പൂത്തുലഞ്ഞ കാട്ടു തെച്ചി ഞാൻ. പ്രിയപ്പെട്ട വീട്ടുകാർക്ക് ഒരുപാട് വേദനയോടെയാണ് ഞാൻ ഈ കത്തെഴുതുന്നത്. കൂടെ പഠിച്ച പലരും ടിജൂസ് അക്കാഡമിയിൽ ചേർന്ന് പഠിച്ച് വിദേശത്ത് നേഴ്സായിട്ട് പോലും ഞാൻ വെറുതെ ഒരു ഇഷ്ടത്തിന് വേണ്ടി എല്ലാം വേണ്ടെന്ന് വെച്ചു. സ്നേഹം പിടിച്ചു പറ്റാൻ കഴിയില്ലെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ പോവുക. ഈ സഫലമാകാത്ത പ്രണയത്തിൻ്റെ വാശി ഞാൻ അവിടെ പഠിച്ചു തീർക്കും. എന്നെ ഇനി ഇവിടെ ഒരാൾ അന്വേഷിക്കണ്ട. എൻ്റെ പുതിയ അഡ്രസ് ടിജൂസ് അക്കാഡമി, മാവേലിക്കര, തിരുവല്ല എന്ന് സ്വന്തം ആതിര. ഓർമ്മയ്ക്ക് സൂക്ഷിക്കാനുള്ളത് പെറ്റിക്കോട്ടായി, ടോപ്പായി, ചുരിദാറായി, ബ്ലൗസായി, കോട്ടായി, വീട്ടുകാരായി, നാട്ടുകാരായി വലിയ പ്രശ്നമായി. അങ്ങനെയാണ് ഭവിത ചേച്ചിയും നയന ചേച്ചിയും കല്യാണം കഴിച്ചത്.